ബിഗ് ബോസ് സീസൺ 6 ഫസ്റ്റ് എലിമിനേഷൻ കാത്തിരുന്ന പ്രേക്ഷകരെ ഇന്നലെ ഒന്ന് ഞെട്ടിയ അവസ്ഥയായിരുന്നു. സീസൺ 6 സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ എക്സ്ട്രാ ആക്റ്റീവ് ആയതും അതുപോലെ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വ്യക്തി തന്നെ പുറത്താകുന്നു. ഞെട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എപ്പിസോഡ് കണ്ട എനിക്ക് പോലും ഒരു അൺഫെയർ എവിക്ഷൻ എന്നാണ് തോന്നിയത്. കാരണം കണ്ടന്റ് ഉണ്ടാക്കുന്നതിലായാലും സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിലായാലും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയെ പുറത്താക്കിയത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. നാടകീയ സംഭവ വികാസങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ബിഗ് ബോസ് സീസൺ 6 ഫസ്റ്റ് എലിമിനേഷൻ നടന്നത്. എപ്പിസോഡിന്റെ അവസാനമാണ് ലാലേട്ടൻ എവിക്ഷൻ പ്രോസസ്സിലേക്ക് കടന്നത്. ഗാർഡൻ ഏരിയയിൽ പല നിറത്തിലുള്ള കോളങ്ങൾക്ക് മുൻപിൽ നോമിനേഷനിലുള്ള 8 പേരെയും നിരത്തി നിർത്തി സ്വന്തം ശബ്ദം കേൾക്കുമ്പോൾ മുൻപിലുള്ള കോളങ്ങളിൽ കയറി നിൽക്കുക. ഇങ്ങനെയാണ് എവിക്ഷൻ പ്രോസസ്സ് നടന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രേക്ഷകർക്ക് യാതൊരു സൂചനയും നൽകാത്ത എവിക്ഷൻ പ്രോസസ്സ്. കോളത്തിൽ കയറി നിന്നവരാണോ അല്ലാത്തവരാണോ പുറത്താവുകയെന്ന കൺഫ്യൂഷൻ ഉറപ്പായും പ്രേക്ഷകരിൽ ഉണ്ടായെന്ന് വ്യക്തമാണ്. അൻസിബയോ ജിൻഡോയോ ഔട്ടാകുമെന്ന് കരുതി ഔട്ടായതാകട്ടെ ബിഗ് ബോസ് സീസൺ 6 അറ്റൻഷൻ മാൻ രതീഷ് കുമാർ. സത്യം പറഞ്ഞാൽ രതീഷ് കുമാർ പുറത്തായെന്ന ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്തിന് രതീഷ് കുമാറിന് വരെ ഒരു സെക്കൻഡിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. വീട്ടിലുള്ളവരോട് യാത്ര പറഞ്ഞു പോകുമ്പോഴും അതുപോലെ ലാലേട്ടന്റെ അടുത്ത് നിൽക്കുമ്പോൾ വരെയും ബിഗ് ബോസ് പ്രാങ്ക് ആയിരിക്കുമെന്നാണ് ഞാനടക്കം കരുതിയത്. വീടിനുള്ളിലെ പെരുമാറ്റവും അതുപോലെ മോശം പരാമർശങ്ങളുമാണ് രതീഷിനെ പുറത്താക്കാനുള്ള കാരണമായി ലാലേട്ടൻ ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും ഇതിനു മുൻപും ഇതിലും മോശമായി പരാമർശം നടത്തിയ വ്യക്തികളെ ബിഗ് ബോസ് വീടിനുള്ളിൽ നിർത്തിയിട്ടുണ്ടെന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. എലിമിനേഷനിൽ സുരേഷ് മേനോൻ, അൻസിബ, ശരണ്യാനന്ദ് തുടങ്ങി ഒട്ടും ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയെന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്. മാത്രമല്ല, രതീഷിന്റെ ഗേ പരാമർശത്തിലായാലും സുരേഷ് മേനോൻ നടപടിയെടുക്കണമെന്ന ആവശ്യം ലാലേട്ടനോട് പറഞ്ഞിരുന്നില്ല. എന്തായാലും ഫസ്റ്റ് നോമിനേഷനോടുകൂടി രതീഷ് കുമാർ എന്ന ചാപ്റ്റർ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. മറ്റൊന്ന് സെക്കൻഡ് വീക്ക് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. ഒരാഴ്ചയിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സിജോയും അപ്സരയും രസ്മിൻ ബായിയുമാണ് ടാസ്കിൽ പങ്കെടുത്തത്. മത്സരാർത്ഥികളുടെ കൈയും കാലും കെട്ടിവെച്ച് നിലത്ത് കിടന്ന് ഒരു പുഴുവിനെ പോലെ ഇഴഞ്ഞ് ട്രാക്കിലെ അറ്റത്തുള്ള ആപ്പിൾ കടിച്ചെടുത്ത് അതേ രീതിയിൽ തിരികെ വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലെ സ്ഥലത്ത് വെക്കണം. ഇതായിരുന്നു ടാസ്ക്. 16 പേരും സിജോ ജയിക്കുമെന്ന് ഒരേപോലെ പറഞ്ഞത്. പുരുഷന്റെ ഫിസിക്കൽ ഫിറ്റ് എടുത്തു പറഞ്ഞുകൊണ്ട് രതീഷ് വരെ സിജോ ജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അവിടെയാണ് അപ്സരയുടെ അതിഗംഭീര പെർഫോമൻസ് നമ്മൾ കണ്ടത്. ഒട്ടും സിമ്പിൾ അല്ലാത്ത ടാസ്ക് ആയിരുന്നിട്ട് പോലും അപ്സര തന്റെ എല്ലാ എനർജിയും ഈ ടാസ്കിനായി ഉപയോഗിച്ചിരുന്നു. ക്ലിങ് ഫിലിം ഊരിപ്പോയതുകൊണ്ട് മാത്രമാണ് സിജോ ടാസ്കിൽ നിന്നും ഔട്ടായത്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അപ്സര ജയിക്കുമായിരുന്നില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ എന്ന് പറഞ്ഞ രസ്മിൻ ബായിക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരുന്നിട്ട് പോലും ഗെയിം ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് അപ്സരയ്ക്കെതിരെ നടത്തിയ റോക്കിയുടെ വെല്ലുവിളി സത്യത്തിൽ അപ്സരയ്ക്ക് തന്നെ ഗുണം ചെയ്തു എന്ന് പറയുന്നതാണ് നല്ലത്. ഇൻസൾട്ടാണ് മുരളി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ പോലെയായിരുന്നു അപ്സരയുടെ കാര്യം. ഏത് വിധേനയും ജയിക്കണമെന്ന വാശി തന്നെയാണ് താരത്തിനെ സെക്കൻഡ് വീക്ക് ക്യാപ്റ്റൻ ആക്കിയത്. ഇതോടുകൂടി അപ്സര അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ ആയിരിക്കുകയാണ്. നിലവിലെ ക്യാപ്റ്റനെ വിലയിരുത്തലായിരുന്നു അടുത്തത്. ഭൂരിഭാഗത്തിനും നിലവിലെ ക്യാപ്റ്റന്റെ ഡിസിഷൻ മേക്കിംഗ് സ്ട്രോങ് ആയിരുന്നില്ലെന്നും അതുപോലെ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിച്ചില്ലെന്നുള്ള അഭിപ്രായവുമാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ എന്ന നിലയിൽ അർജുനെ സമ്മതിക്കാൻ നിവർത്തിയില്ല. കാരണം അതുപോലെയാണ് വീടിനുള്ളിൽ ഓരോ സംഭവങ്ങൾ നടന്നിരുന്നത്. ഏത് വ്യക്തി ക്യാപ്റ്റൻ ആയാലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. ഡിഫറെന്റ് ക്യാരക്ടറിലുള്ള വ്യക്തികളെ മനസ്സിലാക്കി മെരുക്കിയെടുക്കുക എന്നത് എളുപ്പമല്ല. എപ്പിസോഡിലെ ഹൈലൈറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ അവാർഡായിരുന്നു. അക്കാര്യത്തിൽ 19 പേരും കൃത്യമായി മനസ്സിലാക്കി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതാണ് നല്ലത്. ചൊറിയൻ, തരികിട, കോമാളി എന്ന അവാർഡുകൾ രതീഷിനാണ് ലഭിച്ചത്. രസികനായി സുരേഷ് മേനോനും മടിയനായി ഗബ്രിയും സഹായിയായി ജാൻമോണിദാസും നോക്കുകുത്തിയായി നിഷാനയും ശുദ്ധനായി ഋഷിയും അർജുനും മണ്ടനായി ജിൻഡോയും അവാർഡുകൾ നേടി. ഹീറോയായി സിജോയും ഹീറോയിനായി ജാസ്മിനും. വളരെ ആപ്റ്റായ അവാർഡുകളായിരുന്നു ഇത്. മത്സരാർത്ഥികളുടെ മുഴുവൻ പേര് അറിഞ്ഞില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ എപ്പിസോഡിലെ പ്രധാന സംഭവം നോമിനേഷൻ തന്നെയാണ്. സീസൺ 6 ആദ്യ നോമിനേഷൻ ഇത്രയും നിർണായകമായത് സത്യത്തിൽ രതീഷ് കുമാർ എന്ന മത്സരാർത്ഥി കാരണമാണ്. തുടക്കം മുതൽ ഓവർ ആക്റ്റീവായ വ്യക്തി നോമിനേഷനിൽ വരുമ്പോൾ സ്വാഭാവികമായും ആ വ്യക്തിയിലേക്കാണ് എല്ലാ അറ്റൻഷനും ലഭിക്കുക. എന്തായാലും ഏറെ കാത്തിരുന്ന ആദ്യ എലിമിനേഷൻ അവസാനിച്ചിരിക്കുകയാണ്. സംഭവം എന്തൊക്കെയായാലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും തുടക്കം മുതൽ ആക്റ്റീവായ മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് പുറത്താക്കിയിരിക്കുന്നത്. രതീഷ് പുറത്തായതോടെ അടുത്ത അറ്റൻഷൻ ലഭിക്കുന്ന വ്യക്തി ആരെന്നത് കണ്ടറിയേണ്ടതാണ്. നിലവിൽ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് വീടിനുള്ളിൽ ആക്റ്റീവായി നിൽക്കുന്നത്.
രതീഷിന്റെ പുറത്തുപോകൽ ഒരു പാഠമായി ഉൾക്കൊണ്ട് മത്സരാർത്ഥികൾ ഗെയിം കളിക്കുകയാണെങ്കിൽ 100 ദിവസം തികയ്ക്കാമെന്നർത്ഥം. അല്ലെങ്കിൽ കാവേരി തുമ്പിലെ രതീഷിന്റെ അവസ്ഥയായിരിക്കും. എന്തായാലും സംഭവബഹുലമായ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. ഇനി 93 ദിവസങ്ങൾ നീണ്ടുകിടക്കുകയാണ്. പ്രധാന കഥാപാത്രം പോയതോടുകൂടി ഒരു വലിയ വിടവ് വീടിനുള്ളുണ്ട്. രതീഷിന്റെ വിടവ് നികത്താൻ കെൽപ്പുള്ള ഒരാൾ വീടിനുള്ളിലേക്ക് വരുമോ, അതോ നിലവിലുള്ളവരിൽ ആരെങ്കിലും ആ വിടവ് നികത്തുമോ എന്നൊക്കെ കണ്ടറിയാം.